ഹായ്, ഞാനിന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു അലോവെര സോപ്പാണ്. ഞാനിത് വീട്ടിൽ തന്നെ നിർമ്മിച്ചതാണ്. വളരെ ഗുണങ്ങളുള്ള ഒരു സോപ്പാണ് ഇത്. നമുക്ക് ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഞാൻ വീട്ടിൽ തന്നെ എനിക്ക് അലോവെരയുടെ കൃഷിയുണ്ട്. ഞാൻ അതിൽ നിന്നും അലോവെര ജെല്ലെടുക്കാനായി 2 അലോവെരയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഇതുപോലെ അതിൻ്റെ ജ്യൂസെല്ലാം എടുത്തു. അതിനുശേഷം ഈ ജ്യൂസ് ഞാൻ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തു. അപ്പോൾ അത് നല്ല ടെക്സ്ചറിൽ കിട്ടും. അതിനുശേഷം ഞാൻ സോപ്പ് ബേസ് എടുത്തു. സോപ്പ് ബേസ് ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിയത്. ഇത് നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ എനിക്കിവിടെ അടുത്ത് ഷോപ്പുള്ളത് കൊണ്ട് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കെമിക്കൽ ഷോപ്പിൽ നിന്നുമാണ് ഇത് വാങ്ങിയത്. നിങ്ങൾക്കും ഇതുപോലെ വാങ്ങാൻ കിട്ടും. സോപ്പ് ബേസ് ഇതുപോലെ എടുത്തതിന് ശേഷം അത് ഭംഗിയായി ചെറുതായി അരിഞ്ഞ് എടുക്കുക. എന്നിട്ട് ഞാനൊരു പഴയ ഒരു ചായപാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതല്ല. സോപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പഴയ പാത്രമാണ് നല്ലത്. അതിലേക്ക് അരിഞ്ഞ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ചരുവത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഈ സോപ്പ് ബേസ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം അത് നമ്മൾ മിക്സാക്കി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായി ഉരുകി ഇതിറങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് അതെടുത്തിട്ട് നമ്മളതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ അലോവെര ജെല്ല് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് മണം ആവശ്യമാണെങ്കിൽ അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഫ്ലേവറിലുള്ള എസൻഷ്യൽ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ റോസിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ഒഴിച്ചത്. അതിനുശേഷം നല്ല ഭംഗിയായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പിൻ്റെ മോൾഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും മേടിക്കാൻ. നമുക്ക് ഈ മോൾഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാൻ വെക്കണം. അതിന് ശേഷമേ ഇത് എടുക്കാവൂ. ഈ 3 മണിക്കൂർ നമ്മളിതൊഴിച്ച് നല്ല ഭംഗിയായി ഒഴിച്ചതിന് ശേഷം 3 മണിക്കൂർ ഇത് നമ്മൾ സെറ്റാവാൻ വെക്കണം. അപ്പോൾ ഇത് നല്ല സെറ്റാവും. നമ്മളിത് ഏറ്റവും നല്ല ഒരു സോപ്പാണ്. നമ്മുടെ ചർമ്മത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇതുവഴി ഉണ്ടാവുകയില്ല. വളരെ നല്ല റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന സോപ്പിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്ന സോപ്പ്. വളരെ നല്ലതാണ്. ഞാൻ ഇത് തയ്യാറാക്കിയതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇതുപോലെ കിട്ടി. എന്ത് രസമാണെന്നോ. വളരെ നല്ല സോപ്പാണിത്. കണ്ടോ, അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, നല്ല ഗ്ലേസിങ് ആണ് ഈ സോപ്പിന്. നോക്കൂ, കണ്ടോ എത്രമാത്രം ഈ സോപ്പ് നല്ല സോപ്പാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് നല്ല പതയുമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതാണെന്നുള്ള ഒരിതല്ല. വളരെ നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങളിത് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമുക്ക് കടയിൽ നിന്ന് സോപ്പ് വാങ്ങുന്നതിനേക്കാൾ എത്രയും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഫോർ വാച്ചിങ്.